എടി, ജയഭാരതിയെ പോലീസുകാര് വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. നിന്റെ അച്ഛൻ അതിന്റെ ബഹളത്തിലാ. നീയേ ദേവന്റെ കൺമുമ്പിൽ പെടണ്ട, എവിടേക്കെങ്കിലും മാറി നിൽക്കേ. ഞാനെങ്ങോട്ട് പോവാനാ മുത്തശ്ശി? എടി, കൺമുമ്പിൽ കണ്ടാലേ നിന്നെ ബലമായിട്ട് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും ദേവൻ. എടി, കണിമംഗലം ജയഭാരതി സ്റ്റേഷനിൽ ഇരിക്കട്ടെടി. അത് ഓർത്താ തന്നെ എന്തൊരു സന്തോഷം. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് വരുൺ. വരുൺ എവിടെയാ? നീ എന്തിനാ എന്നെ വിളിച്ചേ? ഇവിടെ അച്ഛനും അമ്മയും ജയഭാരതി മുത്തശ്ശിക്കെതിരെ ഞാൻ കൊടുത്ത കേസ് പിൻവലിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചോണ്ടിരിക്കുവോ. ആദ്യമൊക്കെ എനിക്ക് വാശിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നതേ, ഞാൻ മുത്തശ്ശിയും കൂട്ടി വന്ന് ആ കേസ് അങ്ങ് പിൻവലിച്ചാലോന്നാ. എനിക്കറിയാം വരുൺ ആ പോലീസ് സ്റ്റേഷന്റെ ഉമ്മറത്ത് സങ്കടം സഹിക്കാൻ വയ്യാതെ നിൽക്കുമായിരിക്കുമെന്ന്. ഞാൻ വരട്ടെ? മുത്തശ്ശി അത്രക്ക് ഇഷ്ടല്ലേ വരുണിന്? അതോ വേറെന്തെങ്കിലും നിലയ്ക്ക് മുത്തശ്ശി ഇറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തോ? ഞാൻ ചില ശ്രമങ്ങൾ നടത്തി, പക്ഷെ ഒന്നും നടന്നില്ല. വരുണൊരു സങ്കടം എന്ന് പറഞ്ഞാ ഞാൻ കൂടെ നിൽക്കണ്ടല്ലേ? എന്നെ തല്ലിയതും എന്നെ പുറത്താക്കിയതും എല്ലാ വൈരാഗ്യങ്ങളും നമുക്കങ്ങ് മറന്നു കളയാം. ഞാനത് എങ്ങനെയാ തന്നോട് റിക്വസ്റ്റ് ചെയ്യാന്ന്? എനിക്കറിയാം വരുൺ, എന്നോടും മുത്തശ്ശിയോട് റിക്വസ്റ്റ് ചെയ്യാൻ വരുണിന് മടിയുണ്ടാവും. അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ മുത്തശ്ശിയും കൂട്ടി അങ്ങോട്ട് വരാം. കംപ്ലൈന്റ് പിൻവലിക്കാം. വരുൺ ഹാപ്പി ആവോ? അങ്ങനെ ഒരു കാര്യം പ്രിയങ്ക എനിക്ക് വേണ്ടി ചെയ്തു തരാണെങ്കിൽ നീ ചോദിക്കുന്ന എന്തും ഞാൻ തരാം. എങ്കിലേ ഞാൻ ഒരു കാര്യം ചോദിക്കാം, അത് എനിക്ക് ചെയ്തു തന്നാ മതി. വരുൺ രാധികയെ ഉപേക്ഷിക്കണം. എന്താ? എന്നിട്ട് എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ഈ പറഞ്ഞ കാര്യത്തിന് വരുൺ റെഡിയാണെങ്കിൽ ഈ അവസരം മുതലെടുക്കുക. അല്ലാതെ പിന്നെ പ്രിയങ്ക വെറും പൊട്ടിയാണെന്ന് നിങ്ങൾ കരുതിയോ? വരുണല്ല, കണിമംഗലം കുടുംബത്തിലെ മുഴുവൻ ആളുകളും കൈ ചൂണ്ടി എന്റെ നേരെ നിന്നാലും ഞാൻ പതറില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വരുണിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരിക്കും. കുറച്ച് സമയം ഞാൻ തരാം. അതിനുള്ളിൽ രാധിക ഉപേക്ഷിച്ച് എന്നെ സ്വീകരിക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തില്ലെങ്കിൽ, ഇപ്പം മുത്തശ്ശി മാത്രമേ പോലീസ് സ്റ്റേഷനിലുള്ളൂ. കുടുംബത്തിലെ ബാക്കിയുണ്ടല്ലോ കുറെ എണ്ണം. എല്ലാത്തിനും ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കും. നാണമില്ലടി നിനക്ക്? ഒരു പുരുഷന്റെ ഭാര്യാപദവി ചോദിച്ചു വാങ്ങുന്നത് എത്ര നാണം കെട്ടൊരു അവസ്ഥയാ. നീ എവിടുന്നാടി പെണ്ണിന്റെ അഭിമാനത്തെ കുറിച്ച് പഠിച്ചത്? മറ്റൊരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ദ്രോഹിച്ചും വേദനിപ്പിച്ചും പിടിച്ചു പറ്റാനുള്ളതാണ് ദാമ്പത്യമെന്ന് നിനക്ക് ആരാടി പറഞ്ഞെന്ന്? ഇവരാണോ? നിന്റെ ഈ മുത്തശ്ശിയാണോ?
ഇതിനേക്കാൾ ഭേദം അന്ന് കേട്ട വാർത്ത പോലെ നീങ്ങ ചത്തുപോയാ മതിയായിരുന്നു. ആളുകളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചും ജയിലിലടയ്ക്കൊന്നും ഭീഷണിപ്പെടുത്തിയും ഒരു പുരുഷന്റെ മനസ്സിനകത്തേക്ക് കയറാൻ പറ്റുമോ നിനക്ക്? രാധികയുടെയും വരുണിന്റെയും സ്വപ്നങ്ങൾ തകർക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ വന്ന ജീവിതകാലം മുഴുവൻ ദുസ്വപ്നങ്ങളല്ലാതെ മറ്റൊന്നും നിങ്ങൾ കാണില്ലേ? പെണ്ണിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലൊതുക്കി നടന്നാ പോരാ, ആദ്യം അന്തസ്സുള്ളൊരു പെണ്ണാവാൻ പഠിക്കും. അമ്മേ, മക്കളെ ഉപദേശിച്ച് നന്നാക്കുന്നതിൽ അച്ഛനമ്മമാർ പരാജയപ്പെട്ടേക്കാം. അങ്ങനെ വന്ന അതിലും മുതിർന്ന തലമുറ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു ശീലമുണ്ട്. എന്റെ ഈ നിൽക്കുന്ന മോളെ അമ്മ ഏറ്റെടുത്തതാ. ഇന്നേ വരെ നന്മയുള്ള ഒരു കാര്യമെങ്കിലും അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെ വെറുപ്പിക്കാനും നശിപ്പിക്കാനും അല്ലാതെ എന്തെങ്കിലും ഒന്ന് അമ്മ അവളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ?